ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ എണീറ്റോ. അമ്മ ഒരു കാര്യം ചെയ്താൽ അത് ഇവിടെ വന്ന് കിടന്നാൽ മതി. കൂടെ ആരും വേണമെന്നില്ല. നമുക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഇവിടെ ഫ്രീ ആണ്. ഈ 9 ദിവസം അതിൻ്റെ ചികിത്സയുടെ പണം മാത്രമേ ആകത്തുള്ളൂ. അത് എത്രയാണെന്ന് വെച്ചാൽ അവർ പറയും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആംബുലൻസിൽ വന്നാലും സ്ട്രെച്ചറിൽ വന്നാലും 3 മിനിറ്റ് കൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്തുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് ഹിമാലയ ആയുർവേദ. ഇതെവിടെ നിന്നറിയാം? ചങ്ങനാശ്ശേരി പെരുന്നലാണ്. അത് നടക്കാൻ പറ്റാതെ വരിക, കൈ പൊക്കാൻ പറ്റാതെ വരിക, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വരിക, നടക്കാൻ പറ്റാതെ വരിക, എന്ത് പ്രശ്നമാണെങ്കിലും 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാം, ഓടാം, ചാടാം. എവിടെ നിന്നല്ലേ? അതെ, ബാ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടർ ഇവിടെ ഉണ്ട്. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ ഡോക്ടർ, സന്ദീപ് ഡോക്ടറാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ പറയുന്ന ഒരു ബെഡും ഈ പറയുന്ന ഒരു തോർത്തും ഉണ്ടെങ്കിൽ ഡോക്ടർ ആംബുലൻസിൽ വന്ന ആളാണെങ്കിലും സ്ട്രെച്ചറിൽ വന്ന ആളാണെങ്കിലും എഴുതി നടത്തിക്കും. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണല്ലേ? അതെ. എന്ത് മാജിക്കാണ് ഈ തോർത്ത് നടത്തുന്നത് ഇവിടെ? അതൊരു മർമ്മ ചികിത്സയുടെ ഭാഗമാണ്. മർമ്മ ചികിത്സയാണ് അല്ലേ? ഓക്കെ. അതിന്റെ ഭാഗമായിട്ട് ഈ തോർത്ത് അതിന്റെ ഒരു ഘടകമാണ്. അതങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഈ 3 മിനിറ്റ് കൊണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഓ തീർച്ചയായിട്ടും. എനിക്ക് ഇട്ടുവേദന തുടങ്ങിയിട്ട് 4-5 മാസമായിട്ടുള്ളൂ. 4-5 മാസമായിട്ടുള്ള. കഴുത്തിന് വേദനയാ? കഴുത്ത് സ്ഥിരമായിട്ട് തന്നെ ആണ് അല്ലേ? 4 മാസമുള്ള. ഇങ്ങോട്ടൊന്ന് കയറി കമന്ന് കിടന്നു. ഡോക്ടറെ, ഇപ്പൊ ഈ പേഷ്യന്റിനേക്ക് വന്ന മാത്രമല്ല, പുള്ളിക്ക് കഴുത്ത് വേദന, നടുവേദനയാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രശ്നം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ പ്രശ്നം ഫൈൻഡ് ചെയ്യുന്ന സ്പൈനിൽ നിന്ന്. സ്പൈൻ റിലേറ്റഡ് ഇതല്ല. അപ്പോൾ സ്പൈനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ അസുഖം എന്താണെന്ന് പെട്ടെന്ന്. ഇപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കാണാം. പുള്ളിക്ക് C4, C5, C6 എന്ന് പറഞ്ഞ കശേരന് കംപ്ലൈൻറ്റ് കേട്ടോ. C4, C5, C6 കേട്ടോ. അങ്ങോട്ട് തല തിരിച്ച് വെച്ചേട്ടാ. ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ എണീറ്റോ. ഇപ്പോൾ ഒന്ന് എണീറ്റ് നോക്കിക്കേ. എണീറ്റ് ഒരു 5 പ്രാവശ്യം ഇരുന്ന് എണീറ്റ്. 2, 3, 4, 5. ഓക്കെ. ഇനി ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ. ഇപ്പോൾ കുത്തിരിക്കാൻ മേലെ ഇല്ലല്ലോ. കുനിഞ്ഞ് നിലത്ത് വിട്ടെ. കാലകത്ത് വെച്ച് അകത്ത് വെച്ച്. ഇനിയും കുമ്പിട്ട് നിലത്ത് വിട്ടെ. ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ടോ? ഇല്ല. നമ്മൾ ചോദിക്കട്ടെ, ഈ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓയിലോ ഒരു എണ്ണണമായ ഒന്നും ഇവിടെ ഒന്നുമില്ല. ഒരു സാധനം വേണ്ട. ഇല്ല. ഇത് ഫൈൻഡിങ്സാ. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെ വേദനയുണ്ടോ അതിൻ്റെ വേദനയുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുക. അന്നേരം തന്നെ അതിൻ്റെ റിസൾട്ട് പോവാം. അത് സ്പൈൻ റിലേറ്റഡ് ആകാം, അല്ല വേറെ എന്തെങ്കിലും എല്ലിൻ്റെ റിലേറ്റഡ് ആകാം, എന്തോ ആകാം. അതിപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആകാം. അതെല്ലാം നമ്മൾ ഫൈൻഡിങ് ചെയ്യും. എന്താണ് ഈ 3 മിനിറ്റ് കൊണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഓ തീർച്ചയായിട്ടും. 3 മിനിറ്റ് വേണ്ട, നമുക്കൊരു സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അമ്മ പ്രശ്നം എന്താ? മുട്ടിന് വേദനയാണ്. നീരാണ് മുട്ടിന് അല്ലേ? നടക്കാൻ ഞാൻ കാറിൽ നിന്ന് കണ്ടു. വളരെ പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ വേദന കാരണമാണോ? ബുദ്ധിമുട്ടാണല്ലേ? ഓക്കെ, നമ്മൾ നോക്കാം. ആണല്ലേ? അമ്മ എണീറ്റ് വന്നേ. നമ്മൾക്ക് ഈ അസുഖത്തിൻ്റെ ചികിത്സ, ഇത് ഒരു അസുഖമല്ല, ഇത് നമ്മുടെ ശരീരത്തെ ഒരു അലൈൻമെൻറ്റ്, അതായത് സ്പൈൻ റിലേറ്റഡ് ആയത്. അത് നട്ടലിൻ്റെ അവിടുത്തെ L4, L5, L3 അമ്മയ്ക്ക് L3, L4, L5 കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് L3, L4 മെയിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഈ മുട്ടയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നിന്ന് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ആ L3, L4 കംപ്ലൈൻറ്റ് മാറ്റി ഇത് മാറി കിട്ടും, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിന് ഒരു 9 ഡേയ്സ് അമ്മയ്ക്ക് ഒരു ചികിത്സ ആവശ്യമുണ്ട്. ആ 9 ഡേയ്സ് ഇവിടെ കിടന്നിട്ട് ചികിത്സിക്കണം. 9 ദിവസം കിടന്നാൽ ഫുള്ളായിട്ട് മാറും. പിന്നെ ഇതിന് ചികിത്സ എടുക്കണ്ട. അതായത് ഇതിനു വേണ്ടി ഒരു ചികിത്സയ്ക്കൊന്നും ഒരിടത്തും പോകാൻ വേണ്ട. അമ്മ ഒരു കാര്യം ചെയ്താൽ അത് ഇവിടെ വന്ന് കിടന്നാൽ മതി. കൂടെ ആരും വേണമെന്നില്ല. നമുക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഇവിടെ ഫ്രീ ആണ്. ഈ 9 ദിവസം അതിൻ്റെ ചികിത്സയുടെ പണം മാത്രമേ ആകത്തുള്ളൂ. അത് എത്രയാണെന്ന് വെച്ചാൽ അവർ പറയും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആള് കൈ കെട്ടിക്കണ സാധനം അപ്പം ഇനി വേണ്ടത് വേണ്ട, കളയാം. സെറ്റായി. നേരത്തെ എങ്ങനെയായിരുന്നു? വന്നപ്പോൾ എങ്ങനെയായിരുന്നു പ്രശ്നം? എടുക്കാൻ മേലാണ് അതിന് ഒന്നും നോക്കിയുടെ. എന്ത് പറ്റിയതാണിത്? വണ്ടിയിൽ നിന്നൊന്ന് വീണ അപ്പൊ ഉളുക്കിയതാണ്. ഒരു ചെറിയ ചതവുണ്ട്. അപ്പൊ ആശുപത്രി പോയപ്പോ ഇവിടെ ചതവാണ്. 14 ദിവസം മറ്റേ ബാൻഡ് ഇടണോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കുഴ തന്നെ. അതായത് നമ്മുടെ ഈ മുട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ജോയിന്റ് ഉണ്ട്, അത് തെന്നി പോകുന്ന. ഫസ്റ്റ് ടൈം വന്നപ്പോൾ തീരെ വയ്യാതെ വന്നത്. L1, L2 പ്രശ്നമായിരുന്നു. അപ്പം വേറെ ഹോസ്പിറ്റലായിരുന്നു. അവിടെ 20 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം തിരിച്ച് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം തിരിച്ച് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന്.
അപ്പോൾ ഡോക്ടറായിട്ട് എല്ലാം ചെയ്തു തന്ന് 4-5 ദിവസം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് റെഡിയായിട്ടാണ് പോയത്. പിന്നെ തിരിച്ച് നാട്ടിലൊക്കെ വന്ന് ഇപ്പോൾ 1.5 വർഷം വന്നപ്പോൾ ഇവർക്ക് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്തപ്പോൾ ചെറിയ പ്രശ്നം അങ്ങനെ ഒരു പിടുത്തം പോലെ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വന്ന് അതിന് അതിന് വന്നു 1 മാസം മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നു. എങ്ങനെയുണ്ട് വന്ന് കയറിയപ്പോൾ പ്രശ്നം ഇപ്പൊ അപ്പം മാറി. അതാ കാര്യം നമ്മൾ 2 മിനിറ്റ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെറിയ പ്രശ്നം വന്നെങ്കിലും ഓടി വരുന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ ഒരു ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമാണല്ലേ വീണ്ടും നമ്മൾ എത്തിക്കുന്നത്. ആദ്യം സർജറി പറഞ്ഞ കേസ് ഉണ്ടായിരുന്നല്ലേ? അത് സർജറി ഒന്നും ഒരു സാധനം വേണ്ടി ഇവിടെ ഒന്നും മാറി ചെയ്യാൻ വേണ്ടിയായിരുന്നു, പിന്നെ ആസ്റ്ററിലൊക്കെ ചെയ്യാൻ വേണ്ടിയായിരുന്നു, പിന്നെ ചെയ്തില്ല. ബാക്കിയുള്ള പ്രശ്നമായിട്ട് പേടി അങ്ങനെ കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ആ പ്രശ്നം മാറി കിട്ടി.